ചില സിനിമകളുണ്ട് നമുക്ക് ലൈഫ് ടൈം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന ചില സിനിമകൾ. F1 ദ മൂവി ഞാൻ ഉറപ്പ് തരുന്നു, ജീവിതത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കിടുക്കാച്ചി തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ്. ഇപ്പം കണ്ടു വന്നേ ഉള്ളൂ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഫോർമുല 1 റേസിങ് നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മുതൽ ടി വിക്കകത്ത് കണ്ടുകൊണ്ടിരുന്നതാണ്. അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്, അതൊരു ഭ്രാന്തായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്, അത് കൗതുകത്തോടു കൂടി നോക്കി കണ്ടവരുണ്ട്. ഞാനത് കൗതുകത്തോടു കൂടി നോക്കി കണ്ട ഒരു വ്യക്തിയാണ്. ഒരു സിനിമയിലൂടെ നമുക്ക് ഒരു ഫോർമുല 1 റേസിങ് നേരിട്ട് കാണുന്ന ഒരു ഫീല് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഈ പടം ഐമാക്സ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ഫോർമുല 1 റേസിങ് നേരിട്ട് പോയിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ സെയിം ഫീലില് കാണാൻ പറ്റും. ഒരു 3 വർഷം മുമ്പ് ടോപ്പ് ഗൺ മാവറിക് എന്ന് പറഞ്ഞ നമ്മുടെ ടോം ക്രൂസിന്റെ ഒരു പടം വന്നു. ആ പടം ഒരു രക്ഷയില്ലാത്തൊരു പടമായിരുന്നു. ആ സിനിമ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഡയറക്ടർ ജോസഫ് കൊസിൻസ്കി എന്ന് പറഞ്ഞ പേര് ഞാൻ റിമൈൻഡ് ചെയ്തിട്ടൊരു പേരാണ്. ആ മനുഷ്യന്റെ പടം ടോപ്പ് ഗൺ എന്താണോ അതേ പെർഫെക്ഷനില് അതേ സെറ്റപ്പില് തന്നെ ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. പടത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. ബ്രാഡ് പിറ്റിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ്. ടോം ക്രൂസിനെ ടോപ്പ് ഗണ്ണിന്റെ അകത്ത് എങ്ങനെ യൂസ് ചെയ്തോ അതേ പെർഫെക്ഷനില് അതേ റേഞ്ചിൽ തന്നെ ബ്രാഡ് പിറ്റിനെ ഇതിന്റെ അത് പുള്ളി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പ്രകടനമായിരുന്നു. പടത്തിന്റെ കഥയിലേക്ക് വരുമ്പം സണ്ണി ഹൈസ് എന്ന് പറഞ്ഞ 1990 കാലഘട്ടങ്ങളിൽ ഫോർമുല 1 റേസിംഗിൽ ഒരു താരമായിട്ട് നിന്നയാളാണ്. പിന്നീട് 1993 ഒരു അപകടം വന്ന് 30 വർഷത്തോളം ഈ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. ആ സമയം കൊണ്ട് അയാൾ ഒരു ട്രോമ സ്റ്റേജിലായി പോവാണ്. ഒരു ഓൾഡ് സ്കൂൾ രീതിയിൽ സ്വഭാവമൊക്കെ മാറിപ്പോവാണ്. ബ്രാഡ് പിറ്റാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പ്രസന്റ് കാലഘട്ടത്തിൽ പുള്ളിയുടെ കൂട്ടുകാരനായ, അതായത് APS GP എന്ന ഫോർമുല 1 റേസിംഗിന്റെ ഒരു ടീമിന്റെ ഓണറും ആയിട്ടുള്ള റൂബൻസ് നമ്മുടെ ജാവിയർ ബാർഡനാണ്. നമ്മുടെ നോ കൺട്രി ഫോർ ഓൾഡ് മാനിലെ വില്ലൻ പുള്ളിയാണ് ആ ക്യാരക്ടർ ചെയ്തത്. പുള്ളി വന്ന് സണ്ണിയുടെ ഇടയ്ക്ക് ഒരു ഡീൽ ഇടുകയാണ്. നമ്മുടെ ഒരു കമ്പനിയാണ്, നീ അതിൽ റേസ് ഡ്രൈവറായിട്ട് നീ വരണം, ഇനി 9 റേസും കൂടി ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ കമ്പനി പൊളിഞ്ഞിരിക്കുവാണ്, നീ വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ പുള്ളിയെ കമ്പനി ജോയിൻ ചെയ്യുവാണ്. ജോയിൻ ചെയ്യുമ്പോൾ ഈ കമ്പനിയിൽ ഒരു റേസ് ഡ്രൈവർ ഉണ്ട്, അയാളുടെ പേര് ജോഷുവ എന്നാണ്. ഡാംസൺ ഇഡ്രീസ് എന്ന് പറഞ്ഞ ഒരു നടനാണ് ആ ക്യാരക്ടർ ചെയ്തത്. ഈ ജോഷുവ ഒരു നല്ല റേസറാണ്. അപ്പം സണ്ണി ഇതിലേക്ക് വരാൻ നേരത്ത് ഇയാൾ ഇച്ചിരി പഴയ ആളായതുകൊണ്ട് ഈ ജോഷുവയ്ക്ക് ഇവനോട് ഭയങ്കര ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ ജോഷുവയ്ക്ക് മാത്രമല്ല, ആ ടീമിലുള്ള എല്ലാവർക്കും ഇത്രയും കാലം ഇതിൽ നിന്ന് മാറി നിന്ന് പിന്നെ ടെക്നോളജിയും വളർന്നു. അപ്പൊ ഇത്രയും പഴയ രീതിയിലുള്ള ആള് പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോ എല്ലാവർക്കും അതൊരു കല്ലുകടിയായിട്ട് തോന്നി. അങ്ങനെയാണ് പടം തുടങ്ങുന്നത്. വൺസ് എ ലെജൻഡ് ഓൾവേസ് എ ലെജൻഡ് എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത് പിന്നെ പുള്ളി അങ്ങ് കാണിച്ചു കൊടുക്കുവാണ്. അതാണ് ഈ പടത്തിന്റെ തീം. ഈ പടത്തിന്റെ ഏത് മേഖലയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എഡിറ്റിംഗ് സിംഹമേ എന്ന് വിളിച്ചു പോകുന്ന രീതിയിലാണ് ഇതിന്റെ എഡിറ്റർ പണിയെടുത്തിരിക്കുന്നത്. കാരണം എന്തുമാത്രം ക്യാമറകൾ വെച്ചാണ് ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നുള്ളത് ഇതിൽ ടീം വർക്ക് ചെയ്തവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം റേസിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് ഒരു സിനിമയ്ക്കകത്ത് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഞാൻ ഇതിലെ ഓരോ സീനും കാണാൻ നേരത്ത് അത്ഭുതപ്പെട്ടു പോയി. അത്രയ്ക്ക് മികച്ച മേക്കിംഗ് ആണ്. കാരണം സിനിമയ്ക്കകത്ത് ഏകദേശം കുറെ റേസിംഗ് ഉണ്ട്. പടം തുടങ്ങി പെട്ടെന്ന് ലാഗ് ഒട്ടും വരുന്നില്ല. സിനിമ പെട്ടെന്ന് ഇവൻ ഈ ടീമിലേക്ക്, നായകൻ ഈ ടീമിലേക്ക് വരുന്നതും പിന്നെ തുടരെ റേസിംഗോട് റേസിംഗ് ആണ്. നമുക്കൊരു നിമിഷം പോലും ബോറടിച്ചിരിക്കുന്നതിനായിട്ടൊന്നുമില്ല. അതിന്റെ ഇടയിൽ നല്ല നല്ല ഡയലോഗ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. അങ്ങനെ ഓരോ ക്യാരക്ടറിനും നല്ല വ്യക്തത വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ടീമിലുള്ള ആൾക്കാരുടെ ഇമോഷൻസ്, അവരതിനെ എന്തുമാത്രം പാഷനേറ്റ് ആയിട്ട് കാണുന്നതെന്നൊക്കെ ഉള്ളതിനുള്ള എല്ലാ തരത്തിലുള്ള വ്യക്തതയും. പ്രത്യേകിച്ച് ഇതിന്റെ പ്രൊഡ്യൂസർമാർ, ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരിലായിട്ടുള്ള ഒരാള് F1 റേസിംഗില്
ഫോർമുല 1 റേസിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു മികച്ച ഡ്രൈവറും കൂടിയാണ്. അങ്ങനെയുള്ള ഒത്തിരി കോൺട്രിബ്യൂഷൻസും കൂടി ഉള്ളതുകൊണ്ട് പടത്തിന്റെ മേക്കിംഗ് ശരിക്കും ഫോർമുല 1 റേസിംഗ് എന്താണോ അതിന്റെ പക്ക കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ കാണാൻ നേരത്ത് പ്രത്യേകിച്ച് ഫോർമുല 1 റേസിംഗ് ഫാൻസിനൊക്കെ ശരിക്കും ഞെട്ടിപ്പോവും പടം കാണുമ്പോൾ. ഐമാക്സിൽ ഈ പടം കാണുവാണെങ്കിൽ ഞാൻ ഉറപ്പ് വരുന്നു പടം ശരിക്കും ഞെട്ടിക്കും എന്ന് പറഞ്ഞാൽ അമ്മാതിരി സാധനമാണ്. ടെക്നിക്കൽ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോർമുല 1 റേസിംഗ് നേരിട്ട് നിന്ന് കാണുമ്പം കാർ ഇങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്തു പോകുമ്പോൾ ഉള്ള ഒരു കാറ്റുണ്ട്, നമ്മളിങ്ങനെ തള്ളിപ്പോവും. ആ സാധനമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ സൗണ്ട് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഡിസൈനിങ്. അതുപോലെ തന്നെ എഡിറ്റിംഗ് സിംഹമാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പുതുമകളുള്ള ഷോട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മൾ ഓരോ വിഷ്വൽസും നമ്മൾ ഇങ്ങനെ ഇരുന്ന് കണ്ട് നമ്മൾ ആസ്വദിക്കും. അങ്ങനെയാണ് ഓരോ വിഷ്വൽസും. പ്രത്യേകിച്ച് ഇത് ഐമാക്സ് സർട്ടിഫൈഡ് സിനിമയാണ്. ഐമാക്സിൽ തന്നെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. ആ എക്സ്പെക്ട് റേഷ്യോയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിക്ചർ ക്ലാരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹോളിവുഡ് പടങ്ങൾക്ക് തന്നെ, ഹോളിവുഡ് സിനിമകളുടെ ഒരു കളർ ടോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്ച് കളർ ടോണാണ്. ഇത് അതിന്റെയൊക്കെ ഇരട്ടി ഫീലാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണ്. ഓരോ ഷോട്ടുകളും ഗംഭീരം. ഹാൻസ് സിമ്മറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു റേസിങ്ങിന് വേണ്ട, നമുക്ക് ആ റേസിങ് കാണിക്കുമ്പം നമുക്ക് പിടിച്ചിരുത്താൻ ആവേശം ഉണർത്തുന്ന തരത്തിലുള്ള പക്ക ഇലക്ട്രോണിക് മിക്സ് ഒക്കെയാണ് പുള്ളി ഇതിന്റെ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ടോപ്പ് നോച്ച് ആണ്. എല്ലാം ടോപ്പ് നോച്ച്. എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സിനിമയുടെ മേക്കിംഗ് വൈസ് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പടം തുടങ്ങുമ്പം തന്നെ ഞാൻ ഈ റോക്ക് മ്യൂസിക്കിന്റെ ഒരു വലിയ ആരാധകനാണ്. ലെഡ് സെപ്പലിന്റെ വളരെ പ്രശസ്തമായ ഓൾ ഔട്ട് ലവ് എന്ന് പറഞ്ഞ ഒരു പാട്ട് സിനിമയ്ക്കകത്ത് തുടങ്ങുമ്പം തന്നെ ഇടുന്നത്. അപ്പൊ തന്നെ ഞാൻ ഈ പടത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നു. പിന്നെ മൊത്തം ഫോർമുല 1 റേസേഴ്സിന്റെയും റേസിംഗിന്റെയും കൂടെ ഞാൻ ഇരുന്നങ്ങ് കാണുമായിരുന്നു. അമ്മാതിരി ഫീൽ. എനിക്ക് മാത്രമല്ല, ഈ സിനിമ കാണുന്ന എല്ലാവർക്കും അതേ ഫീല് കിട്ടും. അത്രയ്ക്കും ഗംഭീര മേക്കിംഗ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ആക്ടേഴ്സിന്റെ പെർഫോമൻസ് പറയുമ്പം എല്ലാവരും തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിന്റെ മെയിൻ കഥാപാത്രമായ സണ്ണി ഹൈസ് എന്ന ക്യാരക്ടർ ചെയ്ത ബ്രാഡ് പിറ്റിന്റെ പെർഫോമൻസ് തന്നെയാണ്. ബ്രാഡ് പിറ്റ് അന്യായമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ജോഷുവ പിയേഴ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഡാംസൺ ഇഡ്രീസ് എന്ന് പറഞ്ഞ നടൻ ശരിക്കും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു നടനായി മാറിയിരിക്കണം. അത്രയ്ക്കും ഗംഭീരം. ജാവിയർ ബാർഡന്റെ ക്യാരക്ടർ ബ്രാഡ് പിറ്റിന്റെ സുഹൃത്ത്, ഒരു യഥാർത്ഥ സുഹൃത്ത്, ഏതാപത്തിലും സഹായിക്കുന്ന നല്ലവനായിട്ടുള്ള ഒരു സുഹൃത്ത്, അതിലുപരി ഒരു മികച്ച ബിസിനസ്മാൻ. അങ്ങനെ ആ ക്യാരക്ടർ റൂബൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ജാവിയർ ബാർഡൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ് തരുന്ന ഒരു പടമാണ്. ധൈര്യമായിട്ട് പോയി കാണാം. ശരിക്കും ഈ ടീം പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു നിറഞ്ഞ കയ്യടി, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി കയ്യടി കൊടുക്കേണ്ടതാണ്. അത്രയ്ക്കും ഗംഭീര വർക്ക്. നമ്മൾ ടോപ്പ് ഗൺ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് അതേ റേഞ്ചിൽ തന്നെയുള്ള ഒരു പടമാണ് ഈ സിനിമയും. ശരിക്കും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിവേ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.